ഹായ്. വിഷ്ണു നാരായണൻ്റെ സംവിധാനത്തിൽ ഈ കഴിഞ്ഞ ഇടയ്ക്ക് തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മലയാളം കോമഡി ഡ്രാമ സിനിമയായിരുന്നു നടന്ന സംഭവം എന്നുള്ളത്. സിനിമയ്ക്കുള്ളിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ ബിജു മേനോനും അതുപോലെ തന്നെ സുരാജ് വെഞ്ഞാറമൂടുമാണ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പുറമെ ശ്രുതി രാമചന്ദ്രനുണ്ട്, അതുപോലെ തന്നെ ജോണി ആൻ്റണി, പിന്നെ ലിജോ മോൾ ഒക്കെയുള്ള ഒരു സിനിമയാണ്. ഈ സിനിമ എനിക്ക് തോന്നുന്നു തിയേറ്ററുകളിൽ ഇറങ്ങിയ സമയത്ത് ഒരു സമ്മിശ്ര പ്രതികരണമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ചിത്രം എങ്ങനെയുണ്ടെന്ന് നോക്കാം. സിനിമയുടെ ഒരു കഥ എന്ന് പറയുമ്പോഴത്തേക്കും മെയിനായിട്ട് പറയേണ്ടത് ഒരു വില്ലയെ കേന്ദ്രീകരിച്ചാണ് സിനിമയുടെ കഥ ആരംഭിക്കുന്നത്. എന്തായാലും ആ ഒരു വില്ലയിലേക്ക് നമ്മുടെ ചിത്രത്തിലെ കഥാനായകനായിട്ടുള്ള ഉണ്ണിയും അദ്ദേഹത്തിൻ്റെ വൈഫും മകളും ഒക്കെ എത്തുകയാണ് പുതിയ താമസക്കാരായിട്ട്. എന്തായാലും ഇവരെത്തിയതിന് ശേഷം ആ ഒരു വില്ലയിലെ പുരുഷന്മാർക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയാണ്. അതെന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കിയെടുക്കുക. ശേഷം ആ ഒരു പ്രശ്നം എവിടെ പോയി അവസാനിച്ചു എന്നൊക്കെയാണ് കാണിച്ചു തരുന്ന ഈ ഒരു ചിത്രത്തിലൂടെ. ഈ ഒരു സിനിമയെപ്പറ്റി പറയുമ്പോൾ ഈ സിനിമ കണ്ടു തീർത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ സിനിമ തിയേറ്ററിൽ കണ്ട ആളുകൾക്ക് വലിയൊരു കാര്യമായിട്ടൊരു സംതൃപ്തി കിട്ടിയ ഒരു സിനിമ ആയിരിക്കില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേക്കാം. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് മിക്സഡ് റിവ്യൂസാണ് എന്തായാലും വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനതൊരു ആവറേജ് സിനിമ ആയിരിക്കും എന്നൊക്കെ ഓർത്ത് തന്നെയാണ് കണ്ടത്. പക്ഷേ ഒരു OTT പ്ലാറ്റ്ഫോമിൽ, അതായത് മനോരമ മാക്സിലാണ് ഇപ്പോൾ ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു പ്ലാറ്റ്ഫോമിലൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇതൊരു അത്യാവശ്യം ഒരു OTTയിൽ അത്യാവശ്യം വർക്കൗട്ട് ആകുന്ന ഒരു മെറ്റീരിയലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് വലിയ മാരകം എന്നുള്ളതല്ല, പക്ഷേ ഒരു OTT പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ട് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് തന്നെയാണ് ഈ നടന്ന സംഭവത്തെ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്നുള്ളത്, ഒന്നാമതായിട്ട് പറയേണ്ടത്, സിനിമയുടെ കഥ എന്നുള്ളത് വലിയ മാരകമൊന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ത്രെഡ് തന്നെയാണ് ടോട്ടാലിറ്റിക്കുള്ളിലുള്ളത്. പക്ഷേ അതിനുള്ളിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ എലമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് തിരക്കഥയിലൂടെ അതൊക്കെ വർക്കൗട്ടാക്കി എടുക്കുമ്പോഴത്തേക്കും കുറച്ച് തന്നെ പ്രേക്ഷകർക്ക് ആകാംക്ഷ തോന്നുന്ന കുറേ നിമിഷങ്ങളുണ്ടായിരുന്നു. അല്ലെങ്കിൽ സിനിമ ഒരു ടേൺ വന്നതിന് ശേഷം കുറച്ച് ആകാംക്ഷയൊക്കെ പ്രേക്ഷകരിലേക്ക് നിറയ്ക്കുന്നുണ്ട്. അയ്യോ അടുത്ത് എന്തൊക്കെ സംഭവിക്കും എന്നുള്ളൊരു മൂഡൊക്കെ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ കുറച്ച് ഹ്യൂമർ ഉപയോഗപ്പെടുത്തുന്നു. അങ്ങനെയുള്ള ഒരു ആഖ്യാനമാണ് ഈ ഒരു സിനിമയുടെ കഥയ്ക്കുള്ളിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ മുഷിപ്പില്ലായിരുന്നു. പിന്നെ ഒരുപാട് ലെങ്തും ഇല്ല, 1 മണിക്കൂർ 59 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സ്റ്റോറി അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രീൻ പ്ലേ പറ്റിയൊക്കെയാണ് പറയേണ്ടത്. അത്യാവശ്യം എൻ്റർടൈനിങ് ആയിരുന്നു. അല്ലെങ്കിൽ പ്രേക്ഷകരെ എങ്ങനെയൊക്കെയോ എവിടെയൊക്കെയോ കുറേ പിടിച്ച് ഹുക്ക് ചെയ്തിരുത്തുന്ന രീതിയിലുള്ള കുറച്ച് സംഭവങ്ങൾ എന്തായാലും ആ ഒരു കഥയ്ക്കുള്ളിലും തിരക്കഥയ്ക്കുള്ളിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും. പിന്നീട് പറയേണ്ടത്, ഓവറോൾ പ്രകടനങ്ങളൊക്കെ തന്നെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. എടുത്തു പറയേണ്ടത് ബിജു മേനോൻ്റെയും അതുപോലെ തന്നെ സുരാജ് വെഞ്ഞാറമൂടിൻ്റെയും കാര്യമാണ്. തീർച്ചയായിട്ടും രണ്ടുപേരും മത്സരിച്ചുള്ള ഒരു പ്രകടനം കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കൈയടി അറിയിക്കുന്ന രീതിയിലുള്ള കുറേ മൊമെൻറ്റ്സ് ഇവരുടെ പ്രകടനത്തിലൂടെ തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് കിട്ടുന്നുണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും. ഇതെന്താണ്, ഇതൊരു വാശിപ്പുറത്തുള്ള കളിയാണ്. നിങ്ങൾക്കറിയാം, അയ്യപ്പനും കോശി അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉൾപ്പെടെ നമ്മൾ കുറേ സിനിമകൾ കണ്ടു. അപ്പോൾ അത്രത്തോളം പീക്ക് ലെവലുള്ള വാശിയൊന്നുമല്ല, ഇത് ചെറിയ ലൈറ്റായിട്ടുള്ള ചെറിയ വിഷയങ്ങളൊക്കെയാണ്. അപ്പം ഈ ഒരു സിനിമയിലേക്ക് എത്തുമ്പോഴും സുരാജ് വെഞ്ഞാറമൂട് നൈസായിട്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറൊക്കെ നീറ്റായിട്ട് ചെയ്യുമെന്ന് നമുക്കറിയാം. തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുപോലെ ബിജു മേനോനാകട്ടെ, ഇവർക്കൊക്കെ തന്നെ ഒരു ഇമോഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ നല്ല രീതിയിൽ വർക്കൗട്ടാക്കി എടുക്കാൻ വേണ്ടി രണ്ടുപേർക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നായികമാരായിട്ട് എത്തുന്ന ഒന്ന് ലിജോ മോളും 2 ശ്രുതി രാമചന്ദ്രനുമാണ്. രണ്ടുപേരും ഏറ്റെടുത്തിരുന്ന റോള് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് ലിജോ മോളുടെ കാര്യം തന്നെയാണ്. വളരെ കൺവീൻസിംഗ് ആയിട്ടുള്ള നൈസായിട്ടുള്ള ഒരു പ്രകടനം തന്നെയാണ് പുള്ളിക്കാരത്തി കൊടുത്തിട്ടുള്ളത്. കൂടാതെ ജോണി ആൻ്റണിയും വലിയ തരക്കേടില്ലാത്ത രീതിയിലുള്ള ഒരു ക്യാരക്ടർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ്. അത്യാവശ്യം പ്രേക്ഷകനെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടി അദ്ദേഹത്തിനും സാധിക്കുന്നുണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും. പിന്നീട് പറയേണ്ടത്, ടെക്നിക്കലി അത്യാവശ്യം സിനിമ ഓക്കെയാണ്. എടുത്തു പറയേണ്ടത്, ഫ്രെയിം ടു ഫ്രെയിം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വിഷ്വൽസ് ഒക്കെ, അതായത് ക്യാമറ കാഴ്ചയൊക്കെ അത്യാവശ്യം ഇമ്പാക്റ്റ്ഫുൾ ആയിരുന്നു, അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്ന് പറയാൻ സാധിക്കും. മനേഷ് മാധവനാണ് ആ ഒരു ക്യാമറ കാഴ്ച കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടാതെ അൻകിത്താണ് ചിത്രത്തിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ മ്യൂസിക് വർക്കും അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ഓവറോൾ പറയുമ്പോഴത്തേക്കും ഈ സിനിമയിൽ ഒരു പ്രധാന പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത്, ഈ സിനിമയുടെ കഥയ്ക്കുള്ളിലൂടെ ഒരു വിഷയം പങ്കുവയ്ക്കാൻ വേണ്ടി ഇവർ ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷേ അത് പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടില്ല വേണ്ട വിധത്തിൽ എന്നുള്ളതാണ് പ്രധാന പ്രശ്നം എന്നുള്ളത്. അതായത് സിനിമ കണ്ടവർക്കാണെങ്കിൽ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കണം. ഇനി കാണാൻ പോകുന്നവരെ കണ്ടു തീർത്ത് കഴിയുമ്പോഴത്തേക്കും ഈ സിനിമയിലൂടെ എന്താണ് ഇവർ കറക്റ്റായിട്ട് പറയാൻ വന്നത്, നമുക്കറിയാം ഇന്ന കാര്യമാണ് പറയാൻ വന്നത്, പക്ഷേ അത് എങ്ങനെ എടുക്കണം, നമ്മൾ അത് പോസിറ്റീവായിട്ട് എടുക്കണോ നെഗറ്റീവായിട്ട് എടുക്കണോ എന്ന് നമുക്ക് പോലും കൺഫ്യൂഷനാണ്. അത് കറക്റ്റായിട്ട് ഒരു കൺവീൻസിംഗ് ആയിട്ട് ആ ഒരു കാര്യത്തെ, അല്ലെങ്കിൽ മെയിൻ ആ ഒരു തീമിനെ കൺവീൻസിംഗ് ആകുന്ന രീതിയിൽ റൈറ്റിങ്ങിൽ കൊണ്ടുവരാൻ വേണ്ടി തിരക്കഥാകൃത്തിന് സാധിക്കാത്ത പോലെ എനിക്ക് പേഴ്സണലി തോന്നി. കൂടാതെ തുടക്കമൊക്കെ ഗംഭീരമായിരുന്നു. എന്നാൽ സെക്കൻഡ് ഹാഫ് ഒക്കെ ആകുമ്പോഴത്തേക്ക് സിനിമയുടെ മൊത്തത്തിലുള്ളൊരു കഥാപരിസരം ഒരു പോലീസ് സ്റ്റേഷനാകണം. അവിടേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കും സിനിമ കുറച്ച് മുഷിപ്പാണ്. അത് ഇച്ചിരി വലിച്ചരച്ച് പോകുന്ന പോലെ തോന്നും. കാരണം എന്നുള്ളത്, ആ സ്റ്റേഷനിൽ വെച്ചുള്ള സീക്വൻസ് എന്നുള്ളത് വളരെ ലെങ്ത് ആക്കി വിട്ടേക്കാണ്. അതിൽ കുറച്ചൊക്കെ ഡ്രിം ചെയ്തൊക്കെ കളയായിരുന്നെങ്കിൽ കുറച്ചുകൂടി സിനിമ ഒരു ഫ്ലോ ആയേനെ, അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയേനെ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത്. മൊത്തത്തിൽ നോക്കി കാണുമ്പോഴത്തേക്കും ഒരു OTT പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ട് കാണാൻ സാധിക്കുന്ന വലിയ മാരകമല്ലാത്ത ഒരു കൊച്ചു നല്ല സിനിമ എന്ന് പറയാൻ സാധിക്കും. പിന്നെ ഈ ഒരു സിനിമ ഫാമിലിയായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
മെച്യൂർഡ് ആയിട്ടുള്ളവരിരുന്ന് കാണുക. കുട്ടികൾക്കൊന്നും ഈ ബന്ധമില്ലാത്ത രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എന്തായാലും ഈ സിനിമയ്ക്കുള്ളിലുണ്ട്. സോ ഇച്ചിരി മെച്യൂർഡ് ആയിട്ടുള്ളവർ മാത്രം ഇരുന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. അത്തരത്തിലുള്ള കുറച്ച് സംഭാഷണങ്ങളും അത്തരത്തിലുള്ള കുറച്ച് സിറ്റുവേഷൻസ് ഒക്കെ എന്തായാലും ഈ സിനിമയ്ക്കുള്ളിൽ കാണും. അത് വലിയ മുഖം ചൊളിക്കുന്ന കാര്യമാണെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പ്രായപൂർത്തിയായിട്ടിരുന്നവർ കാണേണ്ട സംഭവങ്ങളൊക്കെയാണ്. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് ഒരു 6.5 ഔട്ട് ഓഫ് 10 ആണ് നൽകുന്നത്. 10/6.5. എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പങ്കുവച്ചേക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ടാണ്. ടാറ്റ.